ഈ മഴക്കാലത്തും ഡ്രമ്മിൽ നിൽക്കുന്ന ഈ ഒരു വെറൈറ്റി മാവുണ്ടല്ല പൂത്തുക്ക് കണ്ടില്ല, ഇത് രസമാണ് കാണാൻ അറിയാം. ഇവിടെയൊക്കെ കണ്ണിമാങ്ങയുണ്ട്. ഈ സമയത്തൊക്കെ മാങ്ങ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ് മാങ്ങ. ഏത് സമയം മാങ്ങ കായ്ക്കാത്ത സമയത്ത് മാങ്ങ കാണുമ്പോൾ മാവിലെ ഒരു ചന്താണ്, നമ്മൾ ആനച്ചന്തം എന്നൊക്കെ പറയുന്ന പോലെ മാങ്ങയെ മാവിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് അല്ലേ. ഇവിടെ ഒട്ടനവധി മാവുകൾ ഇതുപോലെ ഫ്ലവർ ചെയ്ത് കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭംഗി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാങ്ങ നമുക്ക് ആ സീസണിൽ കായ്ക്കുന്ന ആ ഒരു രുചി വർഷക്കാലത്ത് നമുക്ക് മാങ്ങയുടെ ആ ഫ്രൂട്ട്സിന് ലഭിക്കില്ല. പിന്നെ അതുപോലെ മാങ്ങയുടെ ഷേപ്പിൽ വ്യത്യാസം വരും, അതിൻ്റെ കളറിൽ വ്യത്യാസം വരും. എല്ലാം കൊണ്ടും ആ ഒരു ഗുണനിലവാരം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ നമുക്കിതിനെ പോളി ഹൗസിലൊക്കെ വെച്ച് ഗ്രീൻ ഹൗസിലൊക്കെ കൊണ്ടുവച്ച് ഇതിനെ വളർത്തിയെടുക്കാം. അപ്പോൾ ജപ്പാനിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ മിയാസാക്കിയൊക്കെ അവർ പ്രത്യേക രീതിയിൽ പോളി ഹൗസിലും ഗ്രീൻ ഹൗസിലും ഒക്കെ വെച്ച് വളർത്തി എടുക്കുന്ന മാവുകളാണ്. അതിനായിട്ടുള്ള ഗുണവും ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ ഒരു രീതിയിലുള്ള ഗുണവും നിലവാരമൊക്കെ ആക്കി മാറ്റാൻ ഇതിന്